പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 10:37 തിരുവചനം പറയുന്നു, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. വീണ്ടും വരുവാനിരിക്കുന്ന യേശുനാഥൻ പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് വരുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശുനാഥൻ വീണ്ടും ഭൂമിയിലേക്ക് വരുന്നത് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുവാനാണ്, പിതാവിൻ്റെ അടുക്കലേക്ക് നമ്മെ എത്തിക്കുന്നതിനാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:6, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പോൾ യേശുവിലൂടെയാണ് നാം പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത നാം നേടിയിട്ടുണ്ടോ എന്ന് ഗൗരവപൂർവം ചിന്തിക്കേണ്ടതാണ്. ദൈവഹിതം നിറവേറ്റാതെ നാം ജീവിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 31 പറയുന്നുണ്ട്, അവസാന വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ചോദ്യങ്ങളാണ് യേശുനാഥൻ നമ്മോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് നമുക്ക് യെസ് അല്ലെങ്കിൽ നാം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ നാം നിത്യരക്ഷ പ്രാപിക്കുകയാണ്. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തതിന് വസ്ത്രം കൊടുക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും അതുപോലെ രോഗികളെ സന്ദർശിക്കുന്നതും അവരെ പരിചരിക്കുന്നതും അവരെ ഗൗരവത്തിൽ പരിഗണിച്ചുകൊണ്ട് സ്നേഹത്തിൽ വർത്തിക്കുന്നതുമെല്ലാം നമ്മോട് യേശു ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് എല്ലാം പോസിറ്റീവായി യെസ് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നാം സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. യെസ് പറയാൻ കഴിയാതെ വന്നാൽ നാം നിത്യനരകത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. നാം ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും യേശുനാഥന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നാം ചെയ്യാതിരിക്കുന്ന നന്മകൾ യേശുവിനാണ് ചെയ്തു കൊടുക്കാതിരിക്കുന്നത്. അതിനാൽ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവരായി മാറാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.